ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രണ്ടാമത്തെ ദിവസമായിട്ട് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണേ. ഫസ്റ്റത്തെ ദിവസം വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഇന്നലെ രാത്രി ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ഒരു 10 കടയിലെങ്കിലും മിനിമം കയറിയിട്ടുണ്ടാവും. കയറി ഇറങ്ങി ഡ്രസ്സ് എടുത്തില്ല. ഇനി അടുത്ത ദിവസം പോവാണ്. ഇന്ന് പെരുന്നാരാവാണ്. സമയം 2:45. ഇനി എപ്പോഴാണ് വീട്ടിലെത്താൻ അറിയില്ല. അപ്പോൾ എന്തായാലും നോക്കട്ടെ, ഡ്രസ്സ് എടുക്കാൻ പോവാം. അവിടെ പോയാൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. എന്താണ് നമ്മളെക്കാടി പൊക്കത്തിൽ ഡ്രസ്സൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഒന്നും കൊണ്ട് പറ്റുന്നില്ല. അയ്യോ, അപ്പം എന്തായാലും സെറ്റാക്കാം. അങ്ങനെ പെരുന്നാരാവാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഡ്രസ്സൊന്നും കിട്ടുന്നില്ല ഗായ്സ്. കുറേ നേരം കഷ്ടപ്പെട്ടോ, ഒരുപാട് നടന്നു, ഒന്നും പറ്റുന്നില്ല. അപ്പം എന്തായാലും ഡ്രസ്സൊക്കെ കിട്ടുമോ നോക്കട്ടെ. അപ്പോൾ എന്തായാലും എന്താ പറയുക, പെരുന്നാരാവാണ്. നല്ല അട പൊഴിഞ്ഞതൊക്കെ ഉണ്ട്. ആ വീഡിയോ ഒക്കെ കാണിക്കണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും എപ്പോഴാണ് എത്താന്നറിയില്ല. എന്തായാലും സെറ്റാക്കാം. നമ്മൾ ലിപ്സ്റ്റിക്ക് എങ്ങനെ ഉണ്ട്? പുതിയ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ലിപ് ലൈനറൊക്കെ പുതിയത് കാണിച്ചു. കുഴപ്പമില്ലല്ലേ, ഫേസ് നല്ല മാച്ചാവുന്നു. നല്ല അടിപൊളി ലിപ്സ്റ്റിക്ക്. ഷോപ്പ് പോവാണ്. ഹലോ ഗായ്സ്, അപ്പം ഇന്ന് പെരുന്നാരാവാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തൊന്ന് തിരൂർന്ന് ഇന്നലെ എടുക്കണുള്ളൂ ഡ്രസ്സ്. 2 ദിവസമായി മെനക്കെട്ടത്, പക്ഷെ ഇന്ന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് തെക്കുബീർ കേൾക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ എന്താ, ഈ തെക്കുബീർ കേൾക്കുമ്പോഴായിരിക്കും ഏറ്റവും നല്ല സന്തോഷം. അപ്പോഴേ പെരുന്നാളാന്നുള്ള ഒരു ഇത് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും എന്താ പറയുക, തിരുവനന്തപുരം ആകെ ക്ഷീണിച്ച്. ഇനി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് പെരുന്നാരാവിന്. മെയിനായിട്ടുള്ള പരിപാടി ഉമ്മ ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ അട പുഴുങ്ങി അട സെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. വന്ന് കയറിയപ്പോൾ ഉമ്മ പറഞ്ഞ് അതൊന്നും കഴിഞ്ഞിട്ടില്ല, പണിയെടുക്കാൻ പാ. അങ്ങനെ പോയി നോക്കിയപ്പോൾ സർപ്രൈസ്, ഒക്കെ പണി കഴിഞ്ഞ ആൾ കുട്ടപ്പിയായി ഇരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം. പുഴുങ്ങിയ അടാണ് ഇവിടെ മെയിൻ. ഇനി അടുത്തത് എന്താ, ചെറുതായിട്ട് അടിക്കാനൊക്കെ ഉണ്ട്. ഉമ്മാൻ്റെ മാക്സി, പിന്നെ മൈലാഞ്ചി ഇടാനുണ്ട്. അപ്പോൾ എന്തായാലും കാണിക്കാം. സെറ്റ്. അപ്പോൾ ഞാൻ പെരുന്നാളുടെ ഡ്രസ്സ് നാളെ കാണിച്ചു തരാം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മളെ അടയുടെ ചമ്പാണിത്, ചമ്പ്. ഇവിടെ വാവ്, കണ്ടോ ഗൈസ്? ഇപ്പോൾ കഴിക്കാൻ പറ്റൂല, കുറച്ച് കഴിഞ്ഞാൽ കഴിക്കണം. ഈ മൈലാഞ്ചിട്ട കൈ കൊണ്ട് കഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ചമ്പ ഉഷാറാണല്ലേ. ഒരു മണിയായി. എൻ്റെ പെരുന്നാൾ വിശേഷത്താണ്, പ്രത്യേകിച്ചൊന്നുമില്ല. അടിച്ചടിച്ച് ഊര വടിയായി. ഇനി മൈലാഞ്ചിട്ട് കൊടുക്കാണ്ട് ഒരാൾക്ക്. ഞാൻ അയാൾക്ക് മൈലാഞ്ചിട്ട് കൊടുക്കണം, എന്നിട്ട് ഉറങ്ങണം. എപ്പോഴാണ് ഉറങ്ങാം? ഒരു ദിവസമല്ലേ. ഇതൊക്കെയാണ് വൈബ് കേട്ടോ. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നോക്ക്, ടൈം നോക്കി നിൽക്കണം. ഇനി ഈയട നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. എന്താ ഇപ്പം. പിന്നെ എൻ്റെ പഴയ ഫ്രണ്ട് വന്നിരുന്നു, അവളോട് സംസാരിച്ചു. പഴയ കാലത്തെ പറഞ്ഞ പ്രത്യേക ചിരിയാണല്ലോ, പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര രസമാണ്. അവളെ കാണിച്ചിടാം. ഒരു മിനിറ്റ് ഗൈസ്. വാവ്, സൂപ്പർ അട. കഴിക്കട്ടെ. ഇവരൊക്കെ പറയും എനിക്ക് വട്ടാണ്. എന്തോ ഒരു ഡിസൈനാണ്, നല്ല ഭംഗിയില്ലേ? ഞാൻ വരച്ചല്ല കേട്ടോ, ഇഷ്ടപ്പെട്ട് വരച്ച ചിത്രം. ചാണകം പോലെ ആക്കിയിരിക്കണോള്, പക്ഷെ ഇതാണ് നല്ല ഭംഗി, നല്ല രസമാണ്. ഇതൊക്കാം എത്ര കഷ്ടപ്പെട്ടു. നമ്മൾ പെരുന്നാരാവ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഇപ്പം ടൈം എത്രയായി? 1 മണി എന്തായാലും കഴിഞ്ഞ്. അപ്പോൾ എന്തായാലും ഇനി കിടക്കണം. ബൈ, സി യു. മൈലാഞ്ചിലൊക്കെ കഴിഞ്ഞു. കഷ്ടപ്പെട്ട് വരച്ച മൈലാഞ്ചി കൊണ്ടായി കൊളാക്കി. അപ്പം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ എന്തായാലും ബൈ, സി യു. അപ്പം നമ്മളെ വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.